ACV ന്യൂസിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ശുഭദിനത്തിലേക്ക് സ്വാഗതം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്നത് ഒരു അത്ഭുതവും പത്രപ്രവർത്തനം എന്നത് ഒരു ആകാംക്ഷയുമാണ്. ഇന്ന് ശുഭദിനത്തിൽ നമ്മുടെ അതിഥികളായി എത്തിയിരിക്കുന്നത് പ്രശസ്ത സിനിമാ സീരിയൽ നാടക സംവിധായകൻ ശ്രീ CV പ്രേംകുമാർ, അതുപോലെ ഫിലിം ജേർണലിസ്റ്റും PR-യുമായിട്ടുള്ള ശ്രീ അജയ് തുണ്ടത്തിൽ. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പത്രപ്രവർത്തനവും അതേപോലെ സിനിമയും മലയാളികൾക്ക് എപ്പോഴും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരു ദിനം തുടങ്ങുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചായയിലും പത്രത്തിലും നിന്നാണ്. പക്ഷേ അത് സിനിമ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് ചിന്തയ്ക്കും അതേപോലെ തന്നെ കളിയും ചിരിയും ആകാംക്ഷയും അവൻ്റെ ഒരു ജീവിതത്തിലെ വിരഹവും ദുഃഖവും പ്രണയവും എല്ലാം സിനിമയിലൂടെയാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം സംവിധായകൻ നിന്ന് തുടങ്ങാം അല്ലേ? ശരിക്കും സിനിമ, നാടക, സീരിയൽ സംവിധായകനാണ്. ശരിക്കും നമുക്കൊരു കാലഘട്ടത്തിൽ നമ്മുടെ ആസ്വാദനക്ഷമതയെ പരീക്ഷിച്ചിരുന്ന ഒരു 4 ചുവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ കള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ പേര് ദൂരദർശൻ എന്നായിരുന്നു അല്ലേ? ആ ദൂരദർശനിലെ അവസ്ഥാന്തരം എന്നുള്ള ഒരു സീരിയൽ സംവിധാനം ചെയ്തുകൊണ്ടാണ് രംഗപ്രവേശം ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ശ്രീ CV പ്രേംകുമാർ എന്ന് പറയുന്ന സംവിധായകൻ അറിയപ്പെടുന്നത് നമുക്കറിയാം, നീലക്കുയിൽ മലയാള ചലച്ചിത്രത്തിൽ ഏറ്റവും സുവർണ ലിപികളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമയാണ് നീലക്കുയിൽ. ആ നീലക്കുയിലിൻ്റെ 50-ാം വർഷത്തിൽ നീലക്കുയിൽ നാടകമായിട്ട് 70-ാം വർഷത്തിൽ നീലക്കുയിൽ നാടകമായിട്ട് അത് മലയാള പ്രേക്ഷകരുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത് താങ്കളാണ്. എന്തു തോന്നുന്നു? ഒരു നാടകകലാകാരൻ എന്നുള്ള ലെവലിലാണെങ്കിൽ വളരെയധികം അഭിമാനമുണ്ട്. കാരണം 1954 നീലക്കുയിൽ റിലീസാവുന്നത്. ഇതെന്നിലേക്കൊരു അപ്രതീക്ഷിതമായി വന്നു ചേർന്നൊരു ദൗത്യമാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ സീരിയൽ, സിനിമ, നാടകരംഗത്ത് ഒരു പ്രൊഫഷണൽ നാടക കലാകാരനല്ല, കലാപ്രവർത്തകൻ അമച്വർ മേഖലയിൽ ഞാൻ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് എന്നിലേക്ക് സംവിധാനം ചെയ്യാൻ കഴിയുമോ എന്ന് എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന സജനചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നടനാണ്, എയർപോർട്ട് അതോറിറ്റിയിൽ GM ATCയിലാണ്. പുള്ളി ഇങ്ങനെ ഒരു ദിവസം ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ പെട്ടെന്ന് ഷോക്കായി. കാരണം നീലക്കുയിൽ പോലുള്ള ഒരു സിനിമ അതും സ്റ്റേജ് ചെയ്യാനായിട്ട് രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു ഗൗരവം. അപ്പോൾ ഞാൻ പെട്ടെന്ന് മറുപടി പറഞ്ഞില്ല, സാറ് ആലോചിച്ചിട്ട് പറയാം. അങ്ങനെ തീരുമാനമെടുത്ത് അവതരിപ്പിക്കാൻ ശരി സംവിധാനം ചെയ്യാമെന്നല്ലോ. അപ്പോൾ സംവിധാനം ചെയ്യാമെന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ, ആരെയൊക്കെ അഭിനയിക്കണം, ഏത് ബാനറിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യണം, നാടകം രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ ആ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും അതിന് അനുയോജ്യമായ കഥാപാത്രങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞു. നല്ല രീതിയിൽ ഈ നാടകം 24 ഡിസംബർ 29-ാം തീയതി ടാഗോർ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിക്കുകയും പ്രേക്ഷകരുടെ നല്ലൊരു അംഗീകാരം. ഞാൻ ഭയപ്പെട്ടിരുന്നു. കാരണം ഇത് നമ്മുടെ സൗത്ത് സ്റ്റേറ്റുകളിൽ തന്നെ മലയാളത്തിന് കിട്ടുന്ന, സൗത്ത് ഇന്ത്യക്ക് ലഭിക്കുന്ന ആദ്യ ദേശീയ അംഗീകാരം നേടിയ ഒരു സിനിമയാണ്. പി ഭാസ്കരൻ മാഷ്, സത്യം മാഷ്, മിസ് കുമാരി, പോരാതെ അന്ന് K രാഘവൻ മാഷ് ആദ്യമായി സംഗീതം ചെയ്ത് രംഗത്ത് വരുന്ന പാട്ടുകൾ എല്ലാം ഹിറ്റായിട്ടുള്ള സോങ്സൊക്കെ ഉള്ളത്, വളരെ പോപ്പുലറായിട്ടുള്ള പാട്ടുകൾ. അപ്പോൾ എന്തുകൊണ്ടും അതുവരെ ഉണ്ടായിരുന്ന സിനിമാ സങ്കല്പം, മലയാള സിനിമ സങ്കല്പത്തെ ഒരു മലയാളികളുടേതായ ജീവിത കഥ പറയുന്ന ആ തരത്തിലുള്ള ഒരു നല്ല സിനിമ. അത് TK പരീക്കുട്ടി എന്ന് പറയുന്ന ചന്ദ്രധാര പ്രൊഡക്ഷൻസ് അവരാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ആ കഥകളൊക്കെ കുറച്ച് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വന്നു കുറേ ആൾക്കാരുമായി ബന്ധപ്പെട്ട്. എങ്കിലും നാടകം വളരെ തീർച്ചയായിട്ടും. ശരിക്കും ഈ അങ്ങീ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നാടകത്തെ സംബന്ധിച്ചും സിനിമയുടെ പിന്നാമ്പുറത്തെക്കുറിച്ചും ഒക്കെ ജനങ്ങൾ അറിയുന്നത് പത്രങ്ങളിലൂടെ ആണ് എന്നുള്ളതാണ്. ശരിക്കും ഈ ജനാധിപത്യത്തിൻ്റെ 4-ാം തൂണ് എന്നാണല്ലോ നാം പത്രപ്രവർത്തകരെ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഫിലിം ജേർണലിസ്റ്റുകളാണ് ഈ
പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ഒരു ഫിലിം ജേർണലിസ്റ്റ് എന്ന മേഖലയിൽ ശ്രീ അജയ് വന്നത്? ഇദ്ദേഹം പറഞ്ഞതിന് അനുബന്ധമായിട്ട് പറയാം. ഈ നീലക്കുയിൽ നാടകം അതിൻ്റെ PR വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനാദ്യം ACV ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രിൻറ്റും ചാനൽ ഓൺലൈൻ എല്ലാ മീഡിയ സുഹൃത്തുക്കളും ഈ നാടകത്തിന് തന്ന അകമഴിഞ്ഞ സപ്പോർട്ട്. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. സന്തോഷം. പിന്നെ ഈ ഫിലിം ജേർണലിസത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതിനൊരു ചെറിയ കഥയുണ്ട്. കാരണം എൻ്റെ അമ്മ കുട്ടിക്കാലത്ത് ധാരാളം സിനിമകൾ കാണുന്ന ആളായിരുന്നു. അപ്പോൾ അമ്മ സിനിമ കാണാൻ പോകുമ്പോൾ കൂട്ടിന് വിളിച്ചുകൊണ്ട് പോകുന്നത് തന്നെയായിരുന്നു. അമ്മ കാണാൻ തിരഞ്ഞെടുത്ത സിനിമകളൊക്കെ തന്നെ നസീർ സാറിൻ്റെ സിനിമകളായിരുന്നു. അപ്പോൾ ഈ സ്ക്രീനിൽ ഈ നസീർ സാറിനെ കാണിക്കുമ്പോൾ പ്രേക്ഷകർക്കുണ്ടാകുന്ന ഒരു ആവേശം, അവർ നൽകുന്നൊരു അപ്രീസിയേഷൻ, ഇതൊക്കെ എൻ്റെ കുഞ്ഞു മനസ്സിൽ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. കാലം കുറച്ച് കടന്നപ്പോൾ ഓൾ കേരള പ്രേം നസീർ ഫിലിം ഫാൻസ് അസോസിയേഷൻ എന്നും പറഞ്ഞിട്ട് നസീർ സാറിൻ്റെ പേരിലുള്ള ഫാൻസ് ഓർഗനൈസേഷനിൽ, ആദ്യകാല ഓർഗനൈസേഷൻ, അതിൽ സജീവമായി പ്രവർത്തിക്കാൻ സാധിച്ചു. അതെ, സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ട്രിവാൻഡ്രം മോഡൽ സ്കൂളിലാണ് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം. ആ സമയത്ത് തന്നെ ഒരു സിനിമയുടെ നാമ്പ് നമ്മളിൽ അപ്പോഴേ ഉണ്ട്. അതെ. അപ്പോൾ അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഈ സോഷ്യൽ മീഡിയയോ ഇതൊന്നുമില്ല. അപ്പോൾ ഈ നമ്മുടെ അംഗങ്ങൾക്കുള്ള കത്തിടപാട് എഴുത്തെല്ലാം ഞാനാണ്. കാരണം അത്യാവശ്യം വൃത്തിയായിട്ട് എഴുതുന്നത് കൊണ്ട് അതിൻ്റെ ജനറൽ സെക്രട്ടറി അടുത്ത ആഴ്ച വിളിക്കുന്ന പൊതുയോഗത്തിനുള്ള കത്ത് കുറേ പേപ്പറും അതിൻ്റെ കാർബൺ ഇതുമൊക്കെ ആയിട്ട് വരും, മാറ്ററും തരും. അപ്പോൾ അത് വൃത്തിയായിട്ട് എഴുതുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. അങ്ങനെയാണ് ഈ അസോസിയേഷൻ്റെ ഒരു ഭാഗമാകുന്നത്. അതുവഴിക്ക് ഇവിടെ തിരുവനന്തപുരം തൈക്കാട് അമൃത ഹോട്ടലിൽ നസീർ സാർ വരുമ്പോൾ അതെ സ്ഥിരമായിട്ട് അദ്ദേഹത്തെ ഈ ടീമിനോടൊപ്പം കാണാനുള്ളൊരു ഭാഗ്യവും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു കടുത്ത ആരാധകനായിരുന്നു. അല്ല, ഈ അമ്മ എന്നെ കൂട്ടിക്കൊണ്ടുപോയി കണ്ട സിനിമകളിൽ നിന്നാണ് അദ്ദേഹത്തെ. പക്ഷെ അദ്ദേഹത്തെ നേരിട്ട് കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചപ്പോൾ ആ ആരാധന എന്നുള്ളത് കൂടുതൽ ഇരട്ടിച്ചു. കാരണം അദ്ദേഹം നടൻ എന്നതിലുപരി ഒരു എന്താ പറയുക, അതിൻ്റെ യാതൊരു താരജാടയോ ഒന്നുമില്ലാതെ ഞങ്ങളോടൊക്കെ പെരുമാറുന്നത്. പ്രത്യേകിച്ചും ഈ സ്കൂളിൽ പഠിക്കുന്ന എന്നെ പോലെയുള്ള തോളിലെല്ലാം കൈയിട്ടിട്ട് എൻ്റെ വീട്ടുകാര്യങ്ങളും വീട്ടിലെ മെമ്പേഴ്സിനെ കുറിച്ചുമൊക്കെ അന്വേഷിച്ച് സംസാരിക്കുന്നത് അതെൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. അപ്രവാളികളിലെ ഒരു വലിയ രൂപമാണ് നമ്മുടെ. എളിമയുടെ അങ്ങറ്റമാണ്. അതെ അതെ എല്ലാവരോടും ഒരേപോലെ താരത്തിളക്കത്തിന്റെ അങ്ങറ്റത്ത് നിൽക്കുമ്പോഴും സാധാരണക്കാരനോട് പോലും എന്ന് വിളിച്ചാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചരമ വാർഷികവും കൂടി വരുന്നൊരു വേളയിലാണ് അങ്ങ് ഓർമ്മ പങ്കുവെച്ചത്. ശരിക്കും ഈ അങ്ങ് ഈ PRO ആകുന്നതിൽ നടൻ ജയറാവുമായിട്ടുള്ളൊരു കഥയുണ്ടല്ലോ. ആണ്. കാരണം ഈ ലൊക്കേഷൻസ് സ്ഥിരമായിട്ട് കവർ ചെയ്യാൻ പോകുമ്പം കൂടുതലും ജയറാമേട്ടൻ്റെ സിനിമ ലൊക്കേഷൻസാണ് കൂടുതൽ കവർ ചെയ്തത്. അങ്ങനെ 2-3 അടുപ്പിച്ച് കവർ ചെയ്ത് തുടങ്ങിയപ്പോൾ ജയറാമേട്ടനുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായി. അപ്പോൾ അടുത്ത സിനിമയുടെ ലൊക്കേഷനും അതിൻ്റെ ഡീറ്റെയിൽസും പ്രൊഡക്ഷൻ കൺട്രോളറുടെ പേരും ഒക്കെ എനിക്ക് ഈ പോകുന്ന ലൊക്കേഷനിൽ നിന്ന് എനിക്ക് അദ്ദേഹം തരും. അത് വെച്ചിട്ട് സ്ഥിരം ജയറാമേട്ടൻ്റെ സിനിമകൾ കവർ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു. അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് ലൊക്കേഷൻസ് കവർ ചെയ്യും, അവിടെയുള്ള ആർട്ടിസ്റ്റുകളെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നത് ജയറാമേട്ടൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, അജയ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് സിനിമയെക്കുറിച്ച്. കാരണം പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾ അക്കാലത്ത്, ഇന്നിപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡായി, പലരും വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അപ്പം ഒരു ഗ്രഹപാഠം ചെയ്തിട്ടാണ് അജയ് വന്ന് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനോടൊപ്പം തന്നെ PR വർക്ക് കൂടെ ഒന്ന് നോക്കൂ, അത് കുറച്ചുകൂടെ ശോഭിക്കും എന്ന് എനിക്ക് തോന്നുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞത് എൻ്റെ മനസ്സിൽ കിടക്കുകയും എൻ്റെ മറ്റ് സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണെന്ന് പറഞ്ഞു. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു 112 പടം കഴിഞ്ഞു. അത് ജയറാമേട്ടൻ അന്നാ പറഞ്ഞത് വലിയൊരു ഇതായിട്ട്. ശരിക്കും നമ്മുടെ ജേർണലിസവും സിനിമാ ജേർണലിസവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അല്ല, സിനിമ എന്ന് പറയുന്നത് എനിക്ക് ഈ സിനിമ ജേർണലിസ്റ്റ് ആയതിനു ശേഷം ജേർണലിസം എടുത്ത ആളാണ് പ്രസ് ക്ലബ്ബിൽ നിന്ന്. ബാക്കി എല്ലാവരും ജേർണലിസം കഴിഞ്ഞിട്ടായിരിക്കും ഈ മേഖലയിലേക്ക് വരുന്നത്. പക്ഷെ ഞാൻ തിരിച്ചാണ്. കാരണം ആദ്യം ഇതുമായിട്ടുള്ളൊരു പാഷൻ വെച്ചിട്ടാണ് ഈ ലൊക്കേഷൻസ് കവർ ചെയ്യുന്നത്. പിന്നെ ഈ സിനിമയെക്കുറിച്ച് ഞാൻ എല്ലാ മാഗസിൻസും എല്ലാം ഫോളോ അപ്പ് ചെയ്യും.
അപ്പോൾ അന്ന് ഈ നസീർ സാറിൻ്റെ പടങ്ങളേ ഉള്ളൂ, ഒരു വർഷം 30-40 പടങ്ങളൊക്കെയാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ എല്ലാ ആർട്ടിക്കിൾസും ഞാൻ കുത്തിയിരുന്ന് വായിക്കും, അത് മനഃപ്പാടമാക്കും എന്ന് പറയുന്നതായിരിക്കും സത്യം. അപ്പോൾ അങ്ങനെയുള്ള വിവരങ്ങൾ പലയിടത്തും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് അതിൽ കുറച്ച് ശോഭിക്കാൻ പറ്റും. അപ്പോൾ പലരും പറഞ്ഞു ഇതിനൊന്ന് സ്പെഷ്യലൈസ് ചെയ്ത്, അപ്പോൾ അതിനിങ്ങനെ പ്രസ് ക്ലബ്ബിൽ മെമ്പർഷിപ്പ് ഇതെടുക്കുക, അഡ്മിഷൻ എടുക്കുക, പഠിക്കുക എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ അതിലേക്ക് വന്നത്. പിന്നെ അത് എൻ്റെ ഒരു പാഷൻ, സിനിമ എൻ്റെ ഒരു പാഷൻ ആയതുകൊണ്ടാണ് ഞാൻ ആ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്ത് മുന്നോട്ട് പോയത്. ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു PROയുടെ ചുമതല എന്ന് പറയുന്നത് തുടക്കം മുതൽ ഒടുക്കം വരെ എന്ന് പറയാൻ പറ്റും. അപ്പം എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അല്ല, അതിന് നല്ലൊരു ഡെഫിനിഷൻ, ഒത്തിരി അധികം കഷ്ടപ്പാടുകളുള്ള ഒരു കാണുന്നത് പോലെയല്ല ഒരു PROയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി അധികം ജോലികൾ, ഒരു വ്യക്തി ചെയ്യുന്ന ജോലികളിൽ എല്ലാവരുടെയും ജോലികൾ ഒരുമിച്ച് ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയാണ് PRO എന്ന് പറയുന്നത്. അതിൻ്റെ ഈ PROയ്ക്ക് ഒരു ഡെഫിനിഷൻ, ഇപ്പോൾ ഞാൻ നമ്മുടെ ഒരു സുഹൃത്തും ഒരു ജ്യേഷ്ഠ തുല്യനുമായ ആറ്റുകാൽ തമ്പി എന്ന് പറഞ്ഞൊരു നടനുണ്ട്. അതായത് ഇപ്പോൾ ഈ കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭിക്ഷക്കാരൻ്റെ വേഷം ചെയ്ത് വളരെ നോട്ടബിൾ ക്യാരക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ അടുത്ത കാലത്ത് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ PROയുടെ ഒരു പുതിയ ഡെഫിനിഷൻ പറയാമെന്ന് പറഞ്ഞു. പടം റിലീസായി കഴിഞ്ഞാലും ഓടുന്ന ആൾ ആണ് PRO എന്ന് പറഞ്ഞു. സത്യമാണ്. കാരണം സിനിമ പൂജ മുതൽ പടം റിലീസായി കഴിഞ്ഞാലും അതിൻ്റെ റിവ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന A to Z ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് PRO വിഭാഗത്തിന് ഒരു പരിഗണന മലയാള സിനിമയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. എൻ്റെയൊക്കെ തുടക്ക സമയത്ത് അത്രത്തോളം ഒരു പരിഗണന ഉണ്ടായിരുന്നില്ല. പിന്നെ അന്ന് ഈ പറഞ്ഞതുപോലെ പ്രിൻ്റ് മീഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ചാനൽസുമൊക്കെ വന്നു. ഇപ്പോൾ അത് അങ്ങനെയല്ല. ഇപ്പോൾ ഡിജിറ്റൽ വിപ്ലവമാണ്. ഓൺലൈനും FM-ഉം അതും ഇതുമൊക്കെ പറഞ്ഞു. അല്ലാതെ തന്നെ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻസ് ഒരുപാടുണ്ട്. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു PROയുടെ യഥാർത്ഥ ഒരു ഉള്ളിലുള്ള ഒരു സംഭവം അല്ലെങ്കിൽ നമ്മുടെ ഒരു വിഷൻ ഒക്കെ നമുക്കത് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത്. ശരിക്കും ഇനി അങ്ങയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇടപെടുകയാണ്. കാരണം അജയുടെ ഈ PR വർക്ക് സിനിമാ രംഗത്തേക്കുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത് ഇപ്പോൾ ഒരു സഹോദര തുല്യമായ ഒരു ബന്ധവും കൂടെ നിലനിൽക്കുന്നുണ്ട്. ആ ലെവലിൽ അത്ര ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ വളർത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എൻ്റെ സിനിമയിൽ PRO വർക്കായിട്ട് അത് ആൾരൂപങ്ങൾ സിനിമ അന്ന് മുതൽ തുടങ്ങിയൊരു ബന്ധമാണ്. ഇപ്പോൾ അജയ് തിരഞ്ഞെടുത്ത ആ മേഖല ഒരിക്കലും, അല്ലെങ്കിൽ ജയറാം അദ്ദേഹം നയിച്ചു അവിടെ എത്തപ്പെട്ട് തെറ്റായിരുന്നില്ല. വളരെ ഡെഡിക്കേഷൻ, ഇത്രയും സിൻസിയറായിട്ട് PR വർക്ക് ചെയ്യുന്ന ഒത്തിരി സീനിയേഴ്സൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അജയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അജയ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് ഈ നേരത്തെ പറയുന്ന പോലെ റിലീസ് ചെയ്താലും ഓടുന്നൊരു ലെവലിലേക്ക് ആ സിനിമയുടെ ഏറ്റവും ഇസഡ് അതിനെ വളരെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിൽ സിൻസിയറായിട്ടുള്ള വർക്കാണ് അദ്ദേഹം ചെയ്യുന്നത്. ശരിക്കും നിങ്ങൾ പറയാൻ നിർവാഹമില്ല. കാരണം ഈ നീലക്കുയിൽ എന്ന് പറയുന്ന നാടകം അപ്രതീക്ഷിതമായിട്ട് വന്നു. ഞങ്ങൾ ആ പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ ആദ്യമൊന്നും ഇതിന് എന്ത് വാർത്താ പ്രാധാന്യം ഈ ദൃശ്യമാധ്യമ മേഖലയിലുള്ളവർ എങ്ങനെ സ്വീകരിക്കുമെന്ന് അറിയില്ല. അജയ് ശരി നമുക്ക് നോക്കാം, അജയുടെ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് വന്നു. അജയ് അത് ഏറ്റെടുത്തു. അപ്പം ഞങ്ങളെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ളൊരു ന്യൂസ് വാല്യൂ അതിനുണ്ടായി. ഇത്രയും മികച്ച ഒരു സിനിമ നാടകത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ അനുഭവിക്കുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്, അല്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് എങ്ങനെ അവർ ഏറ്റെടുക്കുമെന്നുള്ള ഒരു തോന്നൽ, ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ മറികടന്നത്? അത് ആ വർക്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ സ്കൂൾ പീരീഡ് മുതൽ നാടകത്തിൽ വളരെ സജീവമാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാടകം എഴുതി രംഗത്ത് വന്നതാണ്. സ്കൂൾ തലം മുതൽ സ്കൂള്, സബ് ജില്ലാ കലോത്സവ വേദികളിലും ഏകാംഗ നാടക മത്സരങ്ങൾ, അങ്ങനെ കുറച്ച് ചരിത്രം ഒത്തിരി പറയാനുള്ളതാണ്. അപ്പോൾ ഈ നാടകം സാധാരണ ഇവിടെ അമച്വർ നാടക രംഗത്തും ഞാൻ പല സമിതികളിലൊക്കെ ഞങ്ങൾ ലൈവായിട്ട് കൾച്ചറൽ ആക്ടിവിറ്റീസിൽ ഇടപെടാറുണ്ടെങ്കിലും ഈ ദൗത്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒന്നാണ്. കാരണം ഈ നാടകം മോശമായി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മുടെ തെറി പറയുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ അവതരിപ്പിക്കും. അമച്വർ നാടകത്തിൻ്റെ രീതിയിൽ സാധാരണ ഒരു തട്ടിക്കൂട്ട് നാടകം പോലെ നീലക്കുയിൽ കളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ രംഗത്ത് അഭിനയിക്കാൻ വന്ന 1-2 പേരൊക്കെ മാറേണ്ടി വരും. പക്ഷെ വളരെ സ്ട്രിക്റ്റായിട്ട് ഇത് റിഹേഴ്സൽ കമ്പൾസറി ആയിട്ട് ഇതിനകത്ത് 3 മണിക്കൂറോളം ഉണ്ടായിരുന്നു ആദ്യ അവതരണത്തിൽ. ഈ 3 മണിക്കൂറോളം ഈ നാടകം ഫസ്റ്റ് സ്റ്റേജ് ചെയ്യുമ്പോഴും ഈ ഇടയ്ക്കൊരു ഇൻ്റർവെൽ നമ്മൾ കൊടുത്തു.
കൊടുത്തപ്പോൾ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. എന്തിനാ നിങ്ങൾ ഇൻ്റർവ്യൂ അത്രമാത്രം ഒരു ഇൻവോൾവ്മെൻ്റ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു ഡയലോഗ് പോലും ഈ പ്രോമിറ്റ് ചെയ്യുന്ന സംവിധാനം ഉണ്ടല്ലോ, അത് ഉണ്ടാവില്ല. കാരണം ഈവൻ 1 മണിക്കൂർ അരമണിക്കൂർ നാടകങ്ങളിൽ പോലും ഇവിടെ അമച്ചൂർ നാടകങ്ങൾ ഒത്തിരി ഞാനും ഒത്തിരി വേറെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് കറക്റ്റ് ഒരു ഈ വള്ളി പുള്ളി തൊടാതെ കാണാതെ പഠിച്ച് തന്നെ രംഗത്ത് അവതരിപ്പിക്കുന്ന രീതിയിലുള്ള റിഹേഴ്സൽ ഏതാണ്ട് ഒരു 3-3.5 മാസത്തോളം റിഹേഴ്സൽ ഉണ്ടായിരുന്നു. കാരണം ഈ വർഗീസ് വെടിയേറ്റ് വീണു എന്ന് പറയപ്പെടുന്ന തിരുനെല്ലി ആ മേഖല ആ സ്ഥലമെല്ലാം ഈ സീരിയൽ പശ്ചാത്തലമായി വരുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു 9-10 എപ്പിസോഡ് വരുമ്പോൾ ഒരു വിഭാഗം ഞങ്ങൾ പോലീസിന് കീഴടങ്ങിയിട്ട് ജനാധിപത്യ സംവിധാനത്തിലേക്ക് മടങ്ങി വരികയാണെന്നുള്ളത്. അത് സിത്താര ബാലകൃഷ്ണൻ ആ ക്യാരക്ടർ ഏതാണ്ട് അജിതയെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. ആ ഇറങ്ങി വരവിലേക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നൊരു സാഹചര്യം വരികയാണ്. അപ്പോൾ ഇതിന് ശേഷം ഈ സീരിയൽ വന്നതിന് ശേഷം പിരിച്ചുവിട്ട പ്രസ്ഥാനത്തിൽ ഈ നേരത്തെ പറഞ്ഞ കെ വേണു, അജിത, ഫിലിപ്പം പ്രസാദ്, വെള്ളത്തൂൽ സ്റ്റീഫൻ പോലുള്ളവർ ഇവരുടെ ഒരു പുനഃസമാഗമം എറണാകുളത്തൊരു മീറ്റിംഗ് വിളിച്ചു. അതും ഇത് പക്ഷേ ഇത്രയൊക്കെ ഒരു ആ കാലഘട്ടത്തിലെ ജീവിതത്തിൽ ഒരു ചെറിയ ചലനവും ഒരു ചിന്തയ്ക്കും ഇട നൽകിയ ഒരു സീരിയലായിരുന്നു അവസാന്തരം. അത് സ്റ്റേറ്റ് അവാർഡ് ഫൈനൽ റൗണ്ടിൽ വരെ എത്തിയിട്ട് ചുണ്ടോളം എത്തി കഴിക്കാൻ തന്നില്ല എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് പോയി. അതിലെനിക്ക് നിരാശയൊന്നുമില്ല, ലൈഫിൽ ഉണ്ടായ സംഭവങ്ങളാണ്. പക്ഷേ എങ്കിലും ഇന്നും അവസാന്തരത്തിൽ ഇന്നത്തെ വലിയ നടനായ അലൻസിയർ, വലിയ സംവിധായകനായ MG ശശി, സിത്താര ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ നർത്തകി, ആ കുട്ടിയാണ് ഇപ്പോൾ നീലിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ അന്നത്തെ മാള രവീന്ദ്രൻ, അദ്ദേഹം അസീസാറ്, ചുവന്ന വിത്തുകളിലൂടെ നല്ല നടിക്കുള്ള അവാർഡ് നേടിയ ശാന്തകുമാരി, അങ്ങനെ വലിയൊരു താരനിര തന്നെ ഉണ്ടായിരുന്നു. നല്ല രീതിയിലാണ് വർക്ക് ചെയ്തത്. ശരിക്കും ഈ പറയുന്ന അവസ്ഥാന്തരം എന്ന് പറയുന്നത് 25 വർഷം കഴിഞ്ഞുവെങ്കിലും അതിൻ്റെ പ്രസക്തി ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലെ സീരിയലും ആ സീരിയലും ഇപ്പോഴത്തെ സീരിയൽ സമൂഹത്തിൽ എന്ത് ചലനമാണ് സൃഷ്ടിക്കുന്നതെന്നും നേരത്തെയുള്ള സീരിയൽ എത്രമാത്രം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സമയം കൂടിയാണിത്. ഇനി അങ്ങയിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഈ PRO ആയിട്ട് നിൽക്കണമെങ്കിലും അതിപ്പോൾ ഈ സിനിമ എന്ന് പറയുന്ന ഒരു വ്യവസായം കൂടിയാണ്, സാംസ്കാരിക അഭ്രപാളിയിലൂടെ നടക്കുന്ന അവിടെ നിൽക്കണമെങ്കിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും ഒരുപാട് വെല്ലുവിളികളുണ്ട്. കാരണം ഞാൻ 7ാമനായിട്ടാണ് ഈ യൂണിയനിൽ വരുന്നത്. നമുക്ക് ഈ ഫെഫ്ക PRO യൂണിയൻ ഉണ്ട്. അപ്പം അതിൽ 7ാമനായിട്ടാണ് ഞാൻ മെമ്പർഷിപ്പ് എടുത്ത് വരുന്നത്. ഇന്നിപ്പം 22 പെർമനൻറ്റ് മെമ്പേഴ്സും 7-8ഓളം ടെമ്പററി മെമ്പേഴ്സും ഉണ്ട്. അതുപോലെ ഒത്തിരി ലേഡീസ് ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ പലരും ഈ മേഖല അവരുടെ ഒരു പ്രധാന തൊഴിൽ ഇതായിട്ട് അവർ സെലക്ട് ചെയ്ത് വരുന്നുണ്ട്. കാരണം അത് വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഈ ഡിജിറ്റൽ ഇത് വന്നതിന് ശേഷം നമുക്ക് ഈ കണ്ടൻറ് മേക്കിംഗ്, അത് ഉള്ളിലൊരു സാധനമുണ്ടെങ്കിൽ മാത്രമേ ആ സിനിമയുടെ ഒരു പൾസ് എറിഞ്ഞ് നമുക്ക് ഇത് കൃത്യമായിട്ട് ആ സിനിമ എന്താണെന്നും ആ സിനിമയുടെ ജോണർ എന്താണെന്നും അറിഞ്ഞ് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. കഥ മുഴുവനും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഈ കഥയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ കഥയിലേക്ക് എത്തിക്കുന്ന സന്ദർഭങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് പറഞ്ഞൊരു ഉദ്വേഗം ജനിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കണ്ടന്റ് മേക്കിംഗ് ഉണ്ട്. അത് വളരെ സാഹസികമാണ്. അത് ഒരു ഇൻബോൺ ഒരു സാധനം ഉണ്ടെങ്കിലേ അത് നടക്കുകയുള്ളൂ. അപ്പോൾ എഴുത്തിൻ്റെ ഒരു മിടുക്ക് വേണം, ഇത് അവതരണത്തിൻ്റെ ഒരു മിടുക്ക് വേണം. അത് തീർച്ചയായിട്ടും അതൊരു ചലഞ്ചിങ് ഒരു റോൾ തന്നെയാണ്. സിനിമാ മേഖലയിൽ നിൽക്കുമ്പോഴേക്കും ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടാകും. പ്രത്യേകിച്ച് PR എന്ന് പറയുമ്പോഴേക്കും നമുക്ക് വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു ഹ്രസ്വമായിട്ടുള്ളൊരു കാലയളവാണെങ്കിൽ പോലും ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം പങ്കുവയ്ക്കാം. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരെണ്ണം പറയാം. കാരണം ഞാൻ ഗൾഫിൽ ഒരു അറേബ്യ സിനിമ എന്ന് പറഞ്ഞൊരു ഫിലിം ബേസ്ഡ് മാഗസിനിൽ എനിക്കൊരു അസൈൻമെൻറ്റ് കിട്ടി. പ്രസ് ക്ലബ്ബിലൊരു എൻ്റെ ഒരു സുഹൃത്തും അധ്യാപകനുമാണ് എനിക്ക് ഫസ്റ്റ് തരുന്നത്. ഞാൻ അതിൽ സ്ഥിരമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് തന്ന ആദ്യ പ്രോജക്റ്റ് ഹിറ്റാക്കണം. അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അമ്മ സംഘടനയിൽ നിന്നും പുറത്താക്കപ്പെട്ട തിലകൻ ചേട്ടനെയാണ് ആദ്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് എനിക്ക് തന്ന. അപ്പോൾ അത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. അപ്പം തിലകൻ ചേട്ടനെക്കുറിച്ച് ഞാൻ കേട്ടറിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അടുക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. എന്തെങ്കിലും പുള്ളിക്ക് മനസ്സിന് പിടിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ തെറി വിളിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഞാൻ കേട്ടറിഞ്ഞത്.
അപ്പോൾ ഞാൻ ആ സമയത്ത് വളരെ ലീഡിങ് ആയിട്ടുള്ള ഫിലിം ജേർണലിസ്റ്റുകളുമായിട്ട് ഞാൻ സംസാരിച്ചു. ഇങ്ങനൊരു അസൈൻമെൻറ്റ് വന്നിട്ടുണ്ട്, തിലകൻ ചേട്ടനെയാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്, അദ്ദേഹം അമ്മയെന്ന് പുറത്തായി നിൽക്കുന്ന സമയവും. അപ്പോൾ പലരും എന്നെ നിരുത്സാഹപ്പെടുത്തി, ചെയ്യരുത്, പുള്ളി നിങ്ങൾക്കറിയില്ല, ബോംബാണ്, അടുത്തൊന്നും വെച്ച് നിന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്നെ നിരുത്സാഹപ്പെടുത്തി. അപ്പം അങ്ങനെ നിരുത്സാഹപ്പെടുത്തിയപ്പോൾ എനിക്കതൊരു വാശിയായി. അത് അങ്ങനെ ഒരു ഇത്രയും സിനിമ ചെയ്തു, നമ്മളുമൊക്കെ ആരാധിക്കുന്ന ഒരു നടൻ. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ നമ്പർ സംഘടിപ്പിച്ച് ഞാൻ തിലകൻ ചേട്ടനെ വിളിച്ചു. അപ്പം എൻ്റെ വീട്ടിൽ നിന്നും 5 മിനിറ്റ് നടക്കാവുന്ന ദൂരമേ ഉണ്ടായിരുന്നു. അതെ, ഞാൻ ഈ ചെട്ടികുളങ്ങരയായിരുന്നു അന്ന് താമസിച്ചിരുന്നത്. അപ്പോൾ ഞാൻ തിലകൻ ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞു. ആദ്യം എൻ്റെ ഉള്ള കാര്യം അങ്ങ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു അസൈൻമെൻ്റ് ആണ്, ഇത് സക്സസ് ആയാലും എനിക്ക് തുടർന്ന് ഇത് കിട്ടുള്ളൂ, കാരണം അത് അത്യാവശ്യം ഇൻകം കിട്ടുന്ന ഒരു ഇതാണ്. അടുത്ത വർക്കിനൊക്കെ എനിക്ക് നല്ല ഓഫറായിരുന്നു. പുള്ളിയുടെ ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, ആ ശബ്ദത്തിൽ പറഞ്ഞ എന്നാ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട്, എനിക്ക് ഇന്ന് കിട്ടിയാൽ കൊള്ളാം, നാളെ കിട്ടിയാൽ കൊള്ളാം, നാളെ ഒരു 11 മണിക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 11 മണിക്ക് വന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷൻ കൂടി. കാരണം ഇനി അദ്ദേഹത്തിൻ്റെ മുമ്പ് ചെന്നിരിക്കും ഈ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെയുള്ള എന്തെങ്കിലും ഒരു അബദ്ധം എൻ്റെ വായിൽ നിന്ന് വീഴുകയോ അല്ലെങ്കിൽ പുള്ളിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ എൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ ഓർത്ത് ഭയപ്പെട്ട് ഞാൻ അന്ന് രാത്രി 1 മണി വരെ ഹോംവർക്ക് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എല്ലാം എടുത്തു. ഈ അമ്മയിൽ നിന്ന് പുറത്താകാനുള്ള സാഹചര്യം എല്ലാം പഠിച്ച് പിറ്റേ ദിവസം 11 മണിക്ക് ഞാനും സ്റ്റിൽ ഫോട്ടോഗ്രാഫറും ചെല്ലുന്നു. ബെല്ലടിക്കുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ജോലിക്കാരിയാണ് വന്ന് തുറക്കുക. നിങ്ങൾ ശകുന്തള എന്നെങ്ങാണ്ടോ ആണ്. വന്ന് തുറന്നിട്ട് പേര് ചോദിച്ചു അവർ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അജയ് തുണ്ടത്തിൽ എന്ന് പറഞ്ഞു. അകത്തിരിക്കാൻ പറഞ്ഞു. അപ്പം അകത്തുനിന്ന് അജയ് അവിടെ ഇരുന്നോളൂ, ഇതാ വരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ മുഴക്കമുള്ള ശബ്ദം. അപ്പം അദ്ദേഹം വന്നത് സത്യത്തിൽ, കാരണം അദ്ദേഹത്തിൻ്റെ നമ്മൾ സ്ക്രീനിൽ കണ്ട് ഒരു ഇമേജ് ഉണ്ടല്ലോ, അപ്പോൾ അദ്ദേഹം വന്നിങ്ങനെ എന്നെ ഇങ്ങനെ നോക്കിയിട്ട്, അപ്പം ഞാൻ ഇങ്ങനെയാണ് ഇരുന്നത് അകത്ത് പേടിച്ചിട്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ വന്നിട്ട് എന്നെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി. എന്നിട്ട് പുള്ളി ഒരു ചാരി കസേരയിലിരുന്ന് പുള്ളി കംഫർട്ടായിട്ടിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കുറച്ച് നേരം എന്നെ നോക്കിയിട്ട് അകത്തോട്ട് കയറിയിരുന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മടിച്ച് ഇങ്ങനെ ഇരുന്നു. കുറേ നേരത്തേക്ക് ചോദ്യങ്ങളില്ല, ഒന്നുമില്ല, പുള്ളി ഒന്നും സംസാരിക്കുന്നില്ല. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുള്ളിയുടെ കണ്ണിൽ നോക്കും, പിന്നെ പതുക്കെ നോട്ടം മാറ്റിയിട്ട് ഇങ്ങനെ അവിടെ വീണ്ടും കണ്ണിൽ നോക്കും. പുള്ളി എന്നെ തന്നെ ഇങ്ങനെ നോക്കണം. അപ്പോഴേ ഞാനൊന്ന് പകച്ചു, കാരണം എന്തിനുള്ള പുറപ്പാടെന്ന് അറിയില്ലല്ലോ. കുറേ നേരം ഇങ്ങനെ നോക്കിയിട്ട് വീട്ടിലാരൊക്കെ ഉണ്ട് ഇങ്ങനെ പേരൊക്കെ പറഞ്ഞു. എന്താ ഈ ജോലി തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പുള്ളി ഇങ്ങനെ വീട്ടുകാര്യങ്ങളും എൻ്റെ മറ്റ് വേറെ ബോട്ട്സും എല്ലാം സംസാരിച്ച് അത് പുള്ളി എന്നെ കംഫർട്ട് പ്രോസസ്സിങ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇനി കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുറച്ചൊക്കെ അങ്ങ് ലാവിഷായി. ഇത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാം. കാരണം തിലകൻ ചേട്ടനെ പോലെയുള്ള ഒരാളിൽ നിന്നും തിലകൻ ചേട്ടൻ്റെ മരണം വരെ ആ വീട്ടിൽ വിളിച്ച് കയറിച്ചെന്ന് എന്ത് കാര്യവും സംസാരിക്കാവുന്ന ഒരു സൗഹൃദം പിൽക്കാലത്ത് എനിക്ക് കിട്ടിയെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ശരിക്കും നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, സമം, അതിൻ്റെ അമരക്കാരാണല്ലോ നിങ്ങൾ, അതിനെക്കുറിച്ചൊന്ന് പറയാം. സമം മാർസ് എന്നെ സംബന്ധിച്ചാണ്, ഞാൻ നിരവധി എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ഇരുന്നപ്പോഴും അല്ല ട്രിവാൻഡ്രത്ത് തന്നെ ഒരുവിധമുള്ള എല്ലാ സാംസ്കാരിക സംഘടനകളിലും അംഗമാണ്. പേരെടുത്ത് പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ പുതിയ പ്രോജക്റ്റ് എന്തൊക്കെയാണ്? പുതിയ പ്രോജക്റ്റ് അതല്ല, ഞാൻ ആൾരൂപങ്ങൾ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു, നേരത്തെ പറയാം. ഞാൻ ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട് വിളപ്പിൽശാലയെക്കുറിച്ച്. അതിൻ്റെ തിരക്കഥ എല്ലാ സ്ക്രീൻ പ്ലേയും എല്ലാം ഞാൻ തന്നെയാണ് ഇതുവരെയും ചെയ്തിട്ടുള്ളത്. കർഷകരുടെ ആത്മഹത്യയെ ബേസ് ചെയ്തിട്ട് കർഷകൻ എന്ന് പറഞ്ഞ ടെലി സിനിമ, അതിൽ KPC ലളിത ചേച്ചിയാണ് അഭിനയിച്ചത്. അതിലൂടെയാണ് മുരുകൻ കാട്ടാക്കട ആദ്യമായിട്ട് ഇത് പാടമല്ലെൻ്റെ ഹൃദയമാണെന്നുള്ള അത് എനിക്ക് വേണ്ടി എഴുതിയതാണ്. അപ്പോൾ പുതിയ പ്രോജക്റ്റ് എനിക്ക് എൻ്റേതായ സിനിമാ സങ്കല്പമുണ്ട്. ആൾരൂപങ്ങൾ സിനിമയും ഞാൻ കാത്തിരുന്ന്, കുട്ടിക്കാലത്തെ ഉള്ള മോഹം കാത്തിരുന്നു. അഭിനയമോഹമായിരുന്നു ആദ്യം. സാഹചര്യങ്ങൾ മോശമായപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ടുനിന്നു, നാടക പ്രവർത്തനം കലാശം. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ സ്വതന്ത്രമായി സിനിമ, പ്രധാനമായും പറഞ്ഞാൽ സംവിധായകൻ്റെ കലയാണ് സിനിമ എന്ന് തന്നെയാണ് ഞാൻ തീർത്തും വിശ്വസിക്കുന്നത്. അത്തരത്തിൽ എനിക്ക് വഴങ്ങുന്ന നടീനടന്മാരെ വെച്ചിട്ട് ആദ്യം ഒരു സിനിമ ചെയ്യണം എന്നുള്ള ധാരണയായിരുന്നു. അങ്ങനെയാണ് ആൾരൂപങ്ങൾ ചെയ്തത്. തീർച്ചയായിട്ടും നന്ദുവാണ് അതിലെ സെൻട്രൽ ക്യാരക്ടർ, മായാ വിശ്വനാഥ്, രാഘവൻ സാറ്, സുധീർ കരമനയൊക്കെ ഉണ്ടായി. എല്ലാവരും നല്ല പൂർണ്ണമായി സഹകരിച്ചു. അതൊരു വലിയ സിനിമ, വലിയ സംഭവം എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ആ സിനിമ എനിക്ക് ആരും പ്രേക്ഷകർ അത് മോശം സിനിമ എന്നുള്ള അഭിപ്രായം ഇതുവരെ വന്നിട്ടില്ല.
എങ്കിലും കാഴ്ചപ്പാടിൽ നിന്നും വ്യതിചലിക്കാത്ത തരത്തിൽ നല്ല സിനിമ ചെയ്യണമെന്നുള്ള രീതിയിലാണ്. അതിപ്പോൾ രണ്ടാമത് ഞാൻ രാഘവൻ സാറിനെ സെൻട്രൽ ക്യാരക്ടറാക്കി കൊണ്ട് ഒരു സബ്ജക്റ്റ് കുറച്ച് കാലമായി സാറ് സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ചു. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. മിക്കവാറും ഈ ഫെബ്രുവരി മാർച്ചിൽ അത് ചെയ്യാനുള്ള ശരിക്കും നമുക്ക് സമയബന്ധിതമായി തീർക്കണമെന്നുള്ളതാണ്. നമ്മുടെ സംഭാഷണത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് നിൽക്കുമ്പോഴേക്കും അങ്ങയുടെ പുതിയ സംരംഭം അല്ലെങ്കിൽ ആശയം എങ്ങനെയാണ്? ഞാൻ ഈ PR വർക്കിനോടൊപ്പം തന്നെ എൻ്റെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ്, അതിനെക്കുറിച്ച് ഞാൻ വേറൊരു അവസരത്തിൽ പറയാം, കാരണം അതൊരുപാടുണ്ട്. അപ്പം ആ ഒരു ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ടൊരു സിനിമ, അതും അതിൻ്റെ പുറക്കെയാണ്. പക്ഷെ അത് എൻ്റെ കഥ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അറിയപ്പെടുന്ന ഒരാളാണ് അത് ചെയ്യുന്നത്. പുള്ളി അത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒരു ഫൈനൽ ഒന്നും പറയാറായിട്ടില്ല. അത് സ്റ്റാഴ്സിനെയാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതാണൊരു പുതിയ ഒരു എൻ്റെ ഒരു ഡ്രീമിലുള്ള അടുത്ത സ്റ്റെപ്പ്. ശരിക്കും നമ്മൾ ഈ ഇരുവരുടെയും അനുഭവങ്ങളും രീതികളും ഒക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ചെറിയ സമയം പോരാ, ഒരുപാട് സമയം ഇനി ആവശ്യമാണ്. അതൊരു മറ്റൊരു അവസരത്തിലാകാമെങ്കിലും അങ്ങയുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള സിനിമ വരട്ടെ. അങ്ങയുടെ കഥാ രൂപീകരണത്തിലൂടെ തന്നെ ഈ 2 സിനിമകളും നമുക്ക് സംവേദനക്ഷമമാക്കാൻ കൈരളിക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും. താങ്ക് യു.